അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നവരെയാണ് ഇല്ലുമിനാറ്റീസ് എന്ന് പൊതുവെ ഇലുമിനാറ്റികൾ അന്യഗ്രഹ ജീവികളാണ് എന്നാണ് പറയുന്നത്. തന്ത്രശാസ്ത്രത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവര് എവിടെയുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ട്. ഈ തിബത്തിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തിക്കിടയിലാണ് അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തെ പറ്റി പൊതുവെ വിളിക്കുന്ന പേരാണ് ശംബാല. ശംബാല അതിർത്തിയെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പലരും ശ്രമിച്ചു. അവിടെ എത്തുമ്പോൾ പല ശക്തികളും പിന്തിരിപ്പിച്ചുകൊണ്ട് ഫ്ലൈറ്റ് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. എലി വരാതിരിക്കാൻ വേണ്ടി പൂച്ചയുടെ മന്ത്രം ചൊല്ലിയാൽ മതി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മനുഷ്യരാശിക്ക് ആദ്യം വിജ്ഞാനം പകർന്നു കൊടുത്തത് അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നവരാണ്. പതഞ്ജലി മഹർഷി അന്യഗ്രഹ ജീവിയായിരുന്നു എന്നാണോ? അങ്ങനെ വന്നതാണ്. പതഞ്ജലി അനന്തൻ എന്ന സർപ്പമാണ് എന്ന് പറയുന്നത്. വിഷ്ണു ലോകത്തെ കീഴടക്കുന്ന ഡോക്ടറേറ്റ് കിട്ടാൻ പോവുക. അപ്പം ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാമല്ലോ, 3 അടി മണ്ണ് തരുമെന്ന്. വൃക്ഷങ്ങൾക്ക് വളമല്ലേ മനുഷ്യൻ? ഈ ലോകത്ത് എല്ലാം വേറൊന്നിനും വളമല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നതൊന്നും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ് സത്യമല്ലേ. നമസ്കാരം. ലോകരാജ്യങ്ങളെ വരെ നിയന്ത്രിക്കുന്ന വളരെ നിഗൂഢമായ സ്വഭാവമുള്ള ഒരു സംഘടന, അതെ, ഇലുമിനാറ്റിയെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. ഇലുമിനാറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കുള്ളിലേക്ക് വരുന്ന ഒരുപാട് സന്ദർഭങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ചിഹ്നങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ശരിക്കും ഇതൊക്കെ തന്നെയാണോ ഇലുമിനാറ്റി? അതോ ഇലുമിനാറ്റി എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണോ? ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എനിക്കൊപ്പം ഉള്ളത് സാഹിത്യകാരനായ PR നാഥനാണ്. സർ നമസ്കാരം. സർ, ഇലുമിനാറ്റി നമുക്കറിയാം, 2019 ലൂസിഫർ എന്ന് പറയുന്ന സിനിമ വന്നതിന് ശേഷം മലയാളികൾ ഏറെ തിരഞ്ഞ അല്ലെങ്കിൽ മലയാളികൾ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. സാർ ഇപ്പോൾ ഇലുമിനാറ്റിയെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ ഇലുമിനാറ്റി? ഇതിനെക്കുറിച്ച് പൊതുവെ അത് മലയാളത്തിൽ പറയാച്ചാൽ അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നവരെയാണ്, മനുഷ്യരെയാണ് ഇലുമിനാറ്റീസ് എന്ന് പൊതുവെ ഇലുമിനാറ്റികൾ അന്യഗ്രഹ ജീവികളാണ് എന്നാണ് പറയണത്. അതേ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരാൾക്കും പറയാൻ കഴിയില്ല. മരണാനന്തര ജീവിതത്തെ പറ്റി പറയണവരൊക്കെ ജീവിച്ചിരിക്കുന്നവരാണ്, മരിച്ചവരാരും കിട്ടില്ല. അതുപോലെ യഥാർത്ഥത്തിൽ അന്യഗ്രഹത്തിൽ നിന്ന് ഇവിടെ വന്നു എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കുകയോ ഒരു മനുഷ്യനെ കാണിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതില്ലെങ്കിലും ഇഷ്ടംപോലെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ധാരാളം. അത് ഒട്ടുമിക്കതും ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യൂട്യൂബിലും ഗൂഗിളൊക്കെ അടിച്ചാൽ ധാരാളം കിട്ടും. ഞാൻ ഹിമാലയ യാത്ര പലതവണ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് കന്യാകുമാരി മുതൽ ഹിമാലയം. അപ്പോൾ ഇതിനെപ്പറ്റി കിട്ടാവുന്നിടത്തോളം ഞാൻ വായിച്ച് മനസ്സിലാക്കുകയാണ്. മറ്റുള്ളവരും വായിച്ച് മനസ്സിലാക്കിയവരാണ്. അപ്പോൾ ഇങ്ങനെ അല്ല എന്ന് പറയുന്ന ആൾ കണ്ട ആളെ ആകണം. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അന്യഗ്രഹത്തിലെ ജീവികൾ ഇവിടെ സ്വാധീനം ചെലുത്തുന്നു എന്ന് അനുഭവങ്ങളുണ്ട്, വിശ്വസിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ എല്ലാ പുസ്തകങ്ങളും വ്യത്യസ്ത പശ്ചാത്തലമാണ്. ചാട്ട കന്നുകച്ചവടക്കാരുടെ കഥയാണ്, ധ്വനി വേറെ പശ്ചാത്തലമാണ്, എല്ലാം മന്ത്രവാദത്തെക്കുറിച്ചൊരു പുസ്തകമുണ്ട്. ചാത്തൻ തുരുത്ത് ലേറ്റസ്റ്റ് നോവലാണ്, ചാത്തന്മാരെ കുറിച്ചാണ്. അപ്പോൾ വ്യത്യസ്ത പശ്ചാത്തലത്തിൽ എഴുതിയതായിരുമ്പോൾ അങ്ങനെ വ്യത്യസ്ത പശ്ചാത്തലം തേടിയിട്ട് ഇതിനെ ഞാൻ എഴുതാൻ വിചാരിച്ചാൽ അറിയാതെ അതിനോട് വാസന ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ആ പുസ്തകം ഇപ്പോൾ ഇങ്ങനെ എഴുതി തീരാറായിട്ടുള്ളൂ. അതിൽ വരെ കാര്യങ്ങൾ അവ്യക്തമാണ് പുസ്തകത്തിൽ വരെ. അല്ലാതെ പറ്റുമോ? വേറെ ഗ്രഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ശങ്കരൻകുട്ടി എന്നൊരാൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. ഇത് തിബത്തിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തിയിലുള്ള ഒരു സ്ഥലത്താണ് ഇവർ ക്യാമ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ലോകം കുറേയുണ്ട്. ഈ തിബത്തിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തിക്കിടയിലാണ് അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്ന് ക്യാമ്പ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അത് തെറ്റാണെന്നും പറയാം, ശരിയാണെന്നും പറയാം. രണ്ടും നമ്മൾ മനസ്സിലാക്കണമല്ലോ ഒരു കാര്യം. ശരിയാണെന്ന് പറയാൻ കാരണം അങ്ങനെ വന്നിട്ടുള്ള ധാരാളം തെളിവുകളുണ്ട്. പറക്കും തളികകൾ വന്നിറങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേ സമയത്ത് അതിലൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ
അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു പ്രദേശം വേണമെന്നില്ല. 350 പേര് യാത്ര ചെയ്യുന്ന ഒരു വിമാനം, ആ വിമാനത്തിൽ നമ്മൾ കയറുമ്പോൾ അറിയാം അതിൻ്റെ വലുപ്പവും വീതിയൊക്കെ നമുക്കറിയാമല്ലോ. ഒരു സെക്കൻഡ് ഉള്ളിൽ കാണാതെയായി. എവിടേക്കാ പോയി അറിയോ? പോയി എവിടേക്കാ അറിയോ? വായുവിൻ്റെ ഉള്ളിലേക്ക്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. എയർ, വായു, ഗ്യാപ്പ്, നമ്മുടെ ഇടയിലെ വായു. ഇപ്പം ഈ സുഗന്ധം എവിടെയാണ്? അറിയില്ല. സുഗന്ധം വായുവിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുക. ഉപ്പ് എവിടെയാണ് അറിയോ? വെള്ളത്തിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുക. വെള്ളം വറ്റുമ്പോൾ ഉപ്പ് പുറത്തേക്ക് വരും. ഈ വായുവിൻ്റെ അകത്താണ്. അതിൻ്റെ അകത്തെ സ്പേസും പുറത്തെ വിമാനത്തിൻ്റെ സ്പേസും വ്യത്യാസമുണ്ട്. അപ്പോൾ വിമാനം പുറപ്പെട്ടു ഒക്കെ വിവരം അറിഞ്ഞില്ല. പെട്ടെന്ന് വിമാനം കാണാനില്ലാതെ ആയപ്പോൾ നമ്മൾ വിചാരിക്കുക എവിടേക്കാണ് പോയി വെച്ചാൽ ഈ വായുവിൻ്റെ, നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ അകത്ത് ഒരു വിമാനമോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ വിമാനത്തെ ശ്വസിക്കുന്നുണ്ടാവാം, വേണ്ട. ഷിപ്പ്, ധാരാളം വലിയ വലിപ്പമുള്ള ഷിപ്പ് പെട്ടെന്ന് കാണാനില്ലാതായിട്ട് സമുദ്രത്തിൽ എവിടെയൊക്കെ തിരയാൻ പറ്റുമോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല. എവിടേക്കാണ് പോയിരുന്നറിയോ? ഒരു തുള്ളി വെള്ളത്തിനകത്തേക്ക്. വെള്ളത്തിൻ്റെ അകത്ത് അതെങ്ങനെയാണ്? പുറത്തെ സ്പേസ് അല്ല, അകത്തെ സ്പേസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ, അന്യഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ ടൈമല്ല അവിടുത്തെ ടൈം, നമ്മുടെ സ്പേസ് അല്ല അവിടുത്തെ സ്പേസ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന അന്യഗ്രഹങ്ങളിൽ നിന്ന് വരുന്നവരുടെ കാര്യത്തിലോ തന്ത്രശാസ്ത്രത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ എവിടെയുണ്ടെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളതിനെ തിരിച്ചറിയാത്തതാണ്. ഇവിടെ തന്നെ വെച്ചാൽ അത് തലം ഒന്ന് മാറുകയാണ്. പല തലമുണ്ട്. നമ്മൾ പറയുമ്പോൾ 3 അടി മണ്ണ് ചോദിച്ചു. നമ്മുടെ വിചാരം ഈ കാലിൻ്റെ ഇടയിൽ 3 അടിയല്ല, 3 തലമാണ്. അത് പറയാൻ എളുപ്പമായിട്ടാണ് കഥ ഇങ്ങനെ പറഞ്ഞത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജാഗ്രതാവസ്ഥയാണ്. അത് കഴിഞ്ഞ് സ്വപ്നാവസ്ഥയിലേക്ക് മാറുമ്പോൾ അവിടെയും ശില്പം ഇരിക്കുന്നുണ്ട്, ഞാനിരിക്കുന്നുണ്ട്, അവിടെ ഞാൻ കുപ്പായം ധരിച്ചിട്ടുണ്ട്. അത് വേറെ, അവിടെ കുപ്പായം, അവിടെ കുതിരയുണ്ട്, ആനയുണ്ട്. സ്വപ്നത്തിൽ സുഷുപ്തിയിലേക്ക് കടക്കുമ്പോൾ ഇത് 3ഉമില്ല സുഷുപ്തിയിൽ. പക്ഷെ അപ്പോഴും അനുഭവമുണ്ട്. ശരീരാനുഭവവും ഇല്ല അപ്പോൾ. പക്ഷെ സുഖമായി ഉറങ്ങി. എങ്ങനെയാണ് പറഞ്ഞു? ഈ സുഖം ആരറിഞ്ഞു? നമ്മൾ അനുഭവിച്ചതായിരിക്കാം. നമ്മളതിന് ശരീരമില്ലല്ലോ. സുഷുപ്തിയിൽ ശരീരബോധമില്ല. ശരീരബോധം ഇല്ലാത്തതിൻ്റെ പേരാണ് സുഷുപ്തി. സ്വപ്നം കാണാത്ത നിദ്രയാണ്. അപ്പം ഇത് 3 സ്ഥലം ആണ്. ഇതിലത്തെ 3 അടി മണ്ണ് ചോദിച്ചു. വലിയ ബുദ്ധിമാനായ ഒരാളോട് വലിയൊരു ഇൻ്റർവ്യൂവിന് വന്ന ആൾ ചോദിച്ചു, വിഷ്ണു ലോകത്തെ കീഴടക്കുന്ന ഡോക്ടറേറ്റ് കിട്ടാൻ പോവുക, അപ്പം ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുമല്ലോ, 3 അടി മണ്ണ് തരുമെന്ന്. അതിൻ്റെ അർത്ഥം ഈ 3 അടി ഈ മണ്ണല്ല. ഇപ്പം എനിക്ക് നോബൽ സമ്മാനം തരിക നിൽക്കുക. നോബൽ സമ്മാനം തരിക വെച്ചാൽ കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കില്ലേ ഇത്? ഇപ്പം തന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയി കുട്ടിയോടെ. ഒരു സർവീസിലേക്ക് ഇൻ്റർവ്യൂ ബോർഡിൽ എന്നെ ഇട്ടു. അപ്പോൾ ഞാൻ അവരോട് അസ്വാഭാവികമായ ചോദ്യം ചോദിക്കില്ലേ? ഈ 3 അടിയിൽ ഈ ആളെന്ത് മറുപടി പറഞ്ഞു അറിയോ? ഇഷ്ടം പോലെ എടുത്തോളാൻ പറഞ്ഞു. അളന്നപ്പോൾ 2 ഉള്ളൂ. മഹാവിഷ്ണു അളന്നപ്പോൾ. അപ്പോൾ കഥാരൂപത്തിൽ ഒരു കാലിൻ്റെ അടി വെച്ചപ്പോൾ 2 ലോകത്തെ അളന്നു എന്നല്ല. ജാഗ്രതും സ്വപ്നവും ഒന്നാണ്. പിന്നെ വേറൊന്നും 2, അപ്പോൾ 3 ഇല്ല. നമുക്കൊക്കെ തെറ്റുപറ്റുന്നുണ്ട്. ജാഗ്രത പറഞ്ഞ സ്വപ്നമാണ്. നാളെ രാവിലെ ആലോചിച്ചാൽ ഈ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഇത് കേട്ടൊക്കെ സ്വപ്നമാണ്. അപ്പം അനവധി തലങ്ങൾ ഇതിനുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ വക വിഷയങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ, ഇപ്പം ഈയിടെ ഏതോ ഒന്നിനെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂവിലേക്ക് പറയേണ്ടി വന്നു. നമ്മുടെ ഭാഷ മുഴുവൻ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭാഷയാണ് ഈ ഭാഷയല്ല. അപ്പോൾ ഒരു കസേര എങ്ങനെ നിർമ്മിക്കണം, ശില്പനോട് മറുപടി പറയുമ്പോൾ ഷെയർ മാർക്കറ്റിന് ഉപയോഗിക്കുന്ന വാക്കുകളെ ഉപയോഗിക്കാൻ പാടും. എങ്ങനെ പറയാം?
ബുദ്ധിമുട്ടാണ്. അല്ലേ? അതെ. ഷെയർ മാർക്കറ്റിൻ്റെ ചില വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ആ വാക്കുകൾ അതുപോലെ അനുഭവം, സ്വപ്നം, സങ്കല്പം, ഈ വാക്കല്ലാതെ എങ്ങനെയാ പറയുക? വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതിനർത്ഥം. വിഷ്ണു അല്ലാതെ ഒന്നുമില്ല. അപ്പം വിഷ്ണു ഒരാളെ ഇൻ്റർവ്യൂവിന് വരില്ല, മഹാബലിയെ. പക്ഷെ നമുക്ക് ഇങ്ങനെ അല്ലാതെ പറയാൻ പറ്റും. മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തെ പറ്റി പൊതുവെ വിളിക്കുന്ന പേരാണ് ശംഭാല എന്ന്, ഷാംഗ്രീല എന്ന് പലരും പറയാറുണ്ട്. അഗർത്ത എന്ന പേരും പറയാറുണ്ട്. അത് ഹിമാലയത്തിലാണ്, തിബത്തിൻ്റെ അതിർത്തിയിലാണ് എന്ന് പറയണു. പക്ഷേ ഇപ്പോഴും ഹിമാലയത്തിൽ മുഴുവൻ കണ്ടവരില്ല. ആ അതിർത്തി, ശംഭാലയുടെ അതിർത്തിയെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പലരും ശ്രമിച്ചു. അവിടെ എത്തുമ്പോൾ പല ശക്തികളും പിന്തിരിപ്പിച്ചുകൊണ്ട് ഫ്ലൈറ്റ് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ഒരു തവണ ഒരു പ്രധാനമന്ത്രി തന്നെ ശ്രമം നടത്തി, അങ്ങോട്ടൊന്ന് പോകാൻ പറ്റിയില്ല. അത് ഏത് ശക്തിവിശേഷമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഭൗതികമായിട്ട് എതിർക്കൽ വളരെ എളുപ്പമാണല്ലോ, അങ്ങനെയൊന്നും ഇല്ലയെന്ന്. കാര്യം എലി വരാതിരിക്കാൻ വേണ്ടി പല മരുന്നൊക്കെ ഉണ്ട്. മാർജാര മന്ത്രം, പൂച്ചയുടെ മന്ത്രം ചൊല്ലിയാൽ മതിയോ? എലി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും അത് പഠിച്ചിട്ടില്ല, പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഇല്ല. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? അത് ശരിയാവും. ഞാനത് വിശ്വസിക്കുന്ന കാരണം എന്താ അറിയോ? മന്ത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ PR നാഥൻ എന്ന് പറയുമ്പോൾ ഒരു മന്ത്രമാണത്. അപ്പം അത് കേട്ട ആളിൽ ആ വൈബ്രേഷൻ ഉണ്ടാക്കി, ഇല്ലേ? വൈബ്രേഷൻ എന്നുള്ള വാക്കല്ല, എന്താ പറയുക, ഒരു വ്യക്തി, ഒരു സംഭവം, ഒരു വൈബ്രേഷൻ ഉണ്ടാക്കി. ഈ മന്ത്രം ജപിക്കുമ്പോൾ പൂച്ചയുടെ വൈബ്രേഷൻ ഉണ്ടാകും. അപ്പോൾ എലി പേടിച്ചോടുന്നാണ് പറയണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നിട്ട് മനുഷ്യരാശിയെ അവർ വളർത്തുന്നതാണ് എന്ന് പറയുന്നവരുണ്ട് പണ്ഡിതന്മാർ. ഇത് ഏകദേശം ശരിയാവാമല്ലോ. കോഴികൾ അറിയുന്നുണ്ടോ നമ്മളവരെ വളർത്തുകയാണെന്ന്? ഒരിക്കലും ഇല്ല. കോഴികളെ സംബന്ധിച്ചിടത്തോളം കോഴികളെ വളർത്തുകയാണെന്ന് കോഴികൾ അറിയുന്നില്ല. ഇവർ നമ്മളെ വളർത്തുകയാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാം? അയ്യോ, ഞാൻ അങ്ങനെ രാവിലെ അമേരിക്കയിലേക്ക് പോയി, ഒരു ഇറുമ്പ് ഇവിടുന്ന് അതുവരെ പോണത് അമേരിക്കയ്ക്ക് പോണ മാതിരിയാണ് ഇറുമ്പ്. ഇത് കംപ്ലീറ്റ് വളർത്തുകയാണെന്ന് ആർക്കറിയാം? അതുകൊണ്ടാണ് കവിതയും ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒരു വൃക്ഷത്തെ പറ്റിയിട്ട് പറഞ്ഞൊരു കവിതയാണ്. വൃക്ഷം നമ്മളെ നോക്കുന്നത് എങ്ങനെയാണ് അത്രേ? ഒരു സിംഹം നമ്മളെ നോക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അതെ. സിംഹത്തിന് പിയാനാഥനും ഇല്ല, ശില്പിയൊന്നും ഇല്ലല്ലോ. അത് കാണുന്നത് എനിക്ക് വിശക്കണു, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. വൃക്ഷം അവിടുന്ന് എനിക്ക് നാളേക്കുള്ള ആഹാരം ആണ് മനുഷ്യൻ. ഭസ്മമായാലും ഭൂമിയുടെ അടിയിൽപ്പെട്ടാലും വൃക്ഷങ്ങൾക്കല്ലേ ഔട്ട്സൈഡ് പോകുന്നത്. അപ്പോൾ വൃക്ഷം കാണുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ സങ്കല്പമാണ്. വൃക്ഷം അങ്ങനെ കാണാമല്ലോ ചിന്തയുണ്ടെങ്കിൽ. വൃക്ഷത്തിൻ്റെ ശിരസ് ഭൂമിയുടെ അടിയിലേക്കാണ്, മേപ്പെട്ടല്ല, വേരുകളിലാണ് ശിരസ്. വേരുകളിലാണ്. അതിൻ്റെ വേദന ഭൂമി ഏറ്റെടുക്കും. ആ കാരണം കൊണ്ടാണ് വൃക്ഷങ്ങൾക്ക് വേദനിക്കാത്തത്, വൃക്ഷം നിലവിളിക്കാത്തത്. നാം ചെരുപ്പിടാതെ നടന്ന് ശീലിച്ചവർക്ക് വേദന കുറയും ഭൂമിയിൽ. ഇവരിവിടെ വന്നിട്ട് മനുഷ്യരാശിക്ക് ആദ്യം വിജ്ഞാനം പകർന്നു കൊടുത്തത് അന്യഗ്രഹങ്ങളിൽ നിന്ന് വന്നവരാണ് എന്ന് പറയുന്നു. അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഒരാളെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല. നമ്മളുടെ പതഞ്ജലി മഹർഷി, ആദ്യത്തെ ഗുരുനാഥൻ, അങ്ങനെ വന്നതാണ്. പതഞ്ജലി മഹർഷി അപ്പം അന്യഗ്രഹ ജീവിയായിരുന്നു എന്നാണോ? എന്നാണ്, അന്യഗ്രഹത്തിൽ നിന്ന് വന്നതാണെന്നും. പതഞ്ജലി ഒരു സർപ്പമാണ്, അനന്തൻ എന്ന സർപ്പമാണ് എന്ന് പറയുന്നുണ്ട്. സർപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട എനർജി. അപ്പം ശിഷ്യന്മാർക്ക് പതഞ്ജലി ക്ലാസ് എടുക്കുമ്പോൾ ഗുരുവിൻ്റെ മുഖം കാണാൻ പറ്റില്ല. അപ്പോൾ ഗുരുവിൻ്റെ മുഖം ഒന്ന് കാണാൻ പനമ്പട്ടയിലൊരു ദ്വാരം ഉണ്ടാക്കിയൊരു ശിഷ്യൻ നോക്കി. അപ്പോൾ കണ്ടത് അനന്തനെയാണ്. അനന്തൻ എന്ന് പറയുമ്പോൾ വ്യാഖ്യാനം മനസ്സിലാക്കണ്ടോ? നമ്മൾ ഇവിടുത്തെ ഒരു പാമ്പ് എന്നല്ല. എന്താ ഈ പാമ്പ് എന്ന് പറഞ്ഞാൽ അറിയോ? എനർജിയുടെ ചെറിയ രൂപം, ഇത്രയേ ഉള്ളൂ.
അതാണ് വിഷ്ണു മീനായിട്ടാണ് ആദ്യം ജനിച്ചതെന്ന് പറഞ്ഞാൽ എനർജിയുടെ ഏറ്റവും ചെറിയ രൂപം. അത് വിഷുവിന് കണി വയ്ക്കുമ്പോൾ വാൽക്കണ്ണാടി വയ്ക്കും. വാൽക്കണ്ണാടി അതിൻ്റെ ചെറിയ രൂപമായിട്ടാണ് കരുതുന്നത്. തവള പ്രസവിച്ച തവളപ്പൊട്ടിൽ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലിങ്ങനെ ഒഴുകി നടക്കില്ലേ, അതൊക്കെ ഏറ്റവും ചെറിയ രീതിയാണ്. അതിൻ്റെ കോടിയിലൊരു ഭാഗത്തിനേക്കാൾ ചെറിയ ജീവികൾ ലോകത്തുണ്ട്. സ്പേസ് ഉണ്ടാക്കിയതാ. ആകാശം സൗണ്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. വളരെ വിശാലമായൊരു സയൻസാണ് ഇത് ശമ്പാലെ സംബന്ധിച്ച്. അല്ല, സയൻസ് ആണെങ്കിൽ അത് ചോദിച്ചോളൂ. സയൻസ് ആണെങ്കിൽ അതിങ്ങനെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഉത്തരവാദിത്തമല്ലേ? ചോദിക്കാം. ഉത്തരം, ഏറ്റവും മോഡേൺ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലേക്ക് വരാൻ വർഷങ്ങൾ കഴിയും. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്നതൊന്നും അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ്. സത്യമല്ലേ? ഓരോ രാജ്യവും അന്യഗ്രഹങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താ ഒരു രാജ്യത്തിന് രഹസ്യം ഉണ്ടാകുന്നത്? അത് അവിടെ മാത്രം അറിയുന്ന കാര്യം ആണ്. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കുകയും പുരാണങ്ങൾ പഠിക്കുകയും അന്യഗ്രഹങ്ങളിലേക്ക് പോയ കഥകൾ നമ്മുടെ രാജ്യത്ത് ധാരാളമുണ്ട്. പുരാണങ്ങൾ. പുരാണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പഴയത് എന്നല്ല, അല്ല, നിത്യനൂതനം, എന്നും പൂത. അതിൽ വേറെ ഗ്രഹത്തിലേക്ക് അർജുനൻ പോയി. നമ്മളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അർജുനൻ എന്ന് പറയുന്നത് അറിയും, ആർജവമുള്ളവൻ, അതിൻ്റെ മിടുക്കുള്ളവ, കഴിവുള്ള ആളുകളാണ്. മനോമയ കോശ. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വെറ്റില അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കാത്രേ. നമ്മളിന്ന് വെറ്റില മുറുക്കണില്ലേ? ദക്ഷിണ കൊടുക്കുന്നത് വെറ്റില. ആ വെറ്റില അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ എങ്ങനെയോ അതിൻ്റെ തണ്ട് ഞരമ്പിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് കൊണ്ടുവന്നു എന്നാണ്. അപ്പം വെറ്റില, താമ്പൂലം, വെറ്റില ജ്യോത്സ്യം എന്നൊരു ജ്യോത്സ്യമുണ്ട്. വലിയ സബ്ജക്റ്റ്. അതിൽ കടക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുമ്പോൾ അതല്ല നിഷേധിക്കൽ എളുപ്പം കഴിയുമല്ലോ. ഇത്തരം സംഭവമൊക്കെ വെറ്റിലയിലുണ്ടല്ലേ എന്ന് മനസ്സിലാക്കുന്നു. അപ്പം ഈ പറക്കും തളിക എന്നൊരു സങ്കല്പമല്ലേ? തളിക എന്നല്ലാതെ അതിന് നമുക്ക് വാക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ വരുന്നു എന്നും അവർ ഇവിടുന്ന് ഒരു പ്രത്യേക അവർ വളർത്തുകയല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ വൃക്ഷങ്ങൾക്ക് വളമല്ലേ മനുഷ്യൻ? ഈ ലോകത്ത് എല്ലാം വേറൊന്നിന് വളമല്ലേ? മനുഷ്യൻ വേറൊന്നിന് വളമല്ലേ? അപ്പോൾ ഇതൊക്കെ പരസ്പര ബന്ധിത. നമ്മൾ എന്തൊക്കെ കോഴികൾ റിസർച്ച് നടത്തിയാലും മനുഷ്യൻ വളർത്തുക എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. മീനുകൾ വിശ്വസിക്കുമോ മനുഷ്യൻ വളർത്തുന്നതാണ് ഇതിൻ്റെ അപ്പുറത്ത് ലോകം ഉണ്ടെന്ന് മീനുകൾ അറിയുമോ? ഒരിക്കലും ഇല്ല. മീനുകൾ പറയുക നമ്മളിപ്പോൾ മീനുകൾ പുരോഗമിച്ചു, ശാസ്ത്രം എവിടെ എത്തിയെന്ന് അറിയുമോ എന്നൊക്കെ പറയും. അറിയാത്ത കോടിക്കണക്കിന് കാര്യങ്ങൾ ഉണ്ട്. അതിനെ വിനയപൂർവ്വം ഒന്ന് സമീപിക്കുമ്പോഴാണ് നമ്മൾ അറിയൽ ആകുന്നത്. അപ്പോൾ അന്യഗ്രഹത്തിൽ നിന്ന് വന്നു എന്നും അവർ ക്യാമ്പിൽ നിന്നും ആ സ്ഥലത്തെപ്പറ്റി പറയുന്നത് ശംഭാല എന്നാണ്, ഷാങ്ഗ്രില. ഹിമാലയത്തിൻ്റെ അകത്ത് ഉള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നു. കാരണം നമ്മുടെ ചിന്ത മുഴുവൻ സ്ഥൂലമായിട്ടാണ്. ഇതൊക്കെ പറഞ്ഞാലും ഹിമാലയത്തിനകത്തുനിന്നല്ല, ഇവിടെ തന്നെയായിരിക്കുന്നത്. ഇവിടെ തന്നെ റേഞ്ച് എന്ന് പറയും. മരിച്ച ഒരാൾ ജനിക്ക് വരെ എത്ര കൊല്ലം വരുന്നു പറഞ്ഞാൽ ഈ കൊല്ലം എന്നൊക്കെ നിങ്ങളുണ്ടാക്കിയ കലണ്ടറല്ലേ? മനുഷ്യനുണ്ടാക്കിയ ഒരു കലണ്ടറല്ലേ കൊല്ലം? ടൈമിനെ സംബന്ധിച്ചിടത്തോളം 1 കോടി കൊല്ലം എന്നൊക്കെ പറയുന്നത് വല്ല പ്രശ്നമാണോ? അല്ല. അതുകൊണ്ട് ഈ വക വിഷയങ്ങൾ എന്നും കൗതുകത്തോടു കൂടി കാണുന്ന വിഷയങ്ങൾ.